ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബൗണ്ടറീസ് വരെ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലേ? എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ബൗണ്ടറീസ് ഉണ്ട്. കൺവേർജൻ്റ് ഉണ്ട്, ഡൈവേർജൻ്റ് ഉണ്ട്, ട്രാൻസ്ഫോം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല സെറ്റായി പഠിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലേ? ഓക്കെ, അതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേഗം പോയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ച് സെറ്റായിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ, അല്ലെങ്കിൽ ചെറുതായി മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ച ഹിമാലയാസ് ഇല്ലേ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ ഹിമാലയ എങ്ങനെ ഫോമായി വരുന്നത് എന്ന് പറയാൻ പോവാണ്. റെഡി അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? പിന്നെ ഫിസിക്സ് നിങ്ങൾക്ക് നല്ല എളുപ്പമാണോ? കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞേ ഫിസിക്സ് നല്ല ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ 29-ാം തീയതി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫിസിക്സിന് മാത്രം ഒരു ഹാഫ് ആൻ അവർ ഡെയിലി, അല്ല എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഫിസിക്സിന് വേണ്ടി മാറ്റി വെച്ചൂടെ? ഓക്കെ, ഇനി അധികം വൈകിക്കാണ്ട് ഈ ക്ലാസ് നമ്മൾ തുടങ്ങും. 29-ാം തീയതി തന്നെ തുടങ്ങും. ഇനി നിങ്ങൾ ഈ വീഡിയോ അത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ജോയിൻ ആവാം. എൻ്റെ ഫോൺ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഓണം എക്സാമൊക്കെ വരികയാണല്ലോ, അപ്പോൾ എക്സാമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സെറ്റാക്കണ്ടേ? ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ടെസ്റ്റ് എന്തും ആയിക്കോട്ടെ, നമുക്ക് ഓണം എക്സാം തകർക്കണ്ടേ? അപ്പം അതുകൊണ്ട് ചെയ്യാൻ ഫിസിക്സ് നല്ല സെറ്റായിട്ട് പഠിക്കാം. പിന്നെ ഞാനേ ഈ ഫീസ് അങ്ങനെ കറക്റ്റായിട്ട് ഇത്ര തന്നെ വേണം, എല്ലാ മാസവും തരണം അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് തരാൻ പറ്റുന്നത് അത്ര തായോ. ഇപ്പോൾ എത്രയാണ്? 10 രൂപയോ 100 200 1000 2000 ഇനി 10000 എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തീരെയും തരാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, നമ്മളെല്ലാവരും ഒരേപോലെയല്ല. അപ്പോൾ അവർ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതൊന്നുമില്ല എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്യാതിരിക്കരുത്. ക്ലാസ്സിന് വരണം, മെസ്സേജ് അയക്കണം, ജോയിൻ ആവണം, പഠിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. Rock layers along the convergent boundary get folded due to the compression of lithosphere plates. This leads to the formation of fold mountains. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ എങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം കൺവേർജൻ ബൗണ്ടറി എന്താണെന്ന് അറിയാലോ. കൺവേർജൻ ബൗണ്ടറി ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് പ്ലേറ്റുകളുണ്ട് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടും, കൂട്ടിയിടിക്കണ പോലെയാവും. അതിനെയാണ് നമ്മൾ കൺവേർജൻ ബൗണ്ടറി എന്ന് പറയുക. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 പ്ലേറ്റുകൾ കൂട്ടിമുട്ടുമ്പം എന്ത് സംഭവിക്കും? അവിടെ ഒരു മടങ്ങിയ പോലെ ആവൂലേ, ഒന്ന് ഫോൾഡ് സംഭവിക്കൂലേ ഏതെങ്കിലും ഒരു പ്ലേറ്റിന്? അത് ഈ ഫിഗറിൽ അവർ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനൊരു കംപ്രഷൻ സംഭവിക്കുമ്പോൾ വന്ന് കൂട്ടിമുട്ടുമ്പം എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോൾഡ് വരും. ഓക്കെ, ഈ കാരണം കൊണ്ടാണ് ഫോൾഡ് മൗണ്ടൻസ് ഫോമായി വരുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരൊറ്റ കൺവേർഷൻ സംഭവിക്കുമ്പോഴത്തേനും ഒരു മലയായിട്ട് ഫോം ചെയ്യുന്നല്ല പറയുന്നത്. ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ കുറേ സമയം എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു കൺവേർജൻ ബൗണ്ടറി കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ദി ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദി പെനിൻസുലർ ഇന്ത്യ ആൻഡ് ദി ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് was located in the southern hemisphere about 150 to 160 million years ago. As it moved northwards and came close to the Eurasian plate and Tethys Seat situated between the 2 land masses started uplifting. This is how the Himalayas were formed. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പഠിക്കുന്നത് എങ്ങനെയാണ് ഹിമാലയൻസ് ഫോം ചെയ്തത് പഠിക്കണ്ടേ നമുക്ക്? യെസ്, അതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം കേട്ടോ. ആ ഫിഗർ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് പറയണേ. ഓക്കെ, 2 പ്ലേറ്റ് കാണാം അല്ലേ, വെവ്വേറെ സ്ഥലങ്ങളിൽ. താഴെയുള്ള പ്ലേറ്റ് മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്ത് ആ മുകളിലുള്ള പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നതാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നത് അല്ലേ? യെസ്, അങ്ങനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ പ്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കിപ്പം. യെസ്, ആ ഇന്ത്യൻ പ്ലേറ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാം? ഇന്ത്യൻ പ്ലേറ്റിൽ പെനിൻസുലാർ ഇന്ത്യയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയ ഇല്ലേ അതും ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇന്ത്യൻ പ്ലേറ്റിലുണ്ടായിരുന്നു? ഇന്ത്യൻ പ്ലേറ്റിൽ പെനിൻസുലാർ ഇന്ത്യയും ഓസ്ട്രേലിയയും ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണെന്നറിയോ ഇത്? 150-160 വർഷം, മില്യൺ വർഷം മുൻപത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലോബിനെ, നമ്മുടെ എർത്തിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? യെസ്, ഇതിപ്പോൾ ഒരു നമ്മുടെ ഗ്ലോബാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും താഴെയുള്ളത് സദേൺ ഹെമിസ്ഫിയർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഈ സദേൺ ഹെമിസ്ഫിയറിലാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ 150 വർഷം 160 വർഷം മില്യൺ വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോഴേ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? ഇന്ത്യൻ പ്ലേറ്റ് ഇവിടെ കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഈ പറഞ്ഞ യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ പ്ലേറ്റ് കുറച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു? അതിൻ്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. ആര്? ഇന്ത്യൻ പ്ലേറ്റ്. ക്ലിയർ? യെസ്. ഈ 2 പ്ലേറ്റുകൾക്കും ഇടയിൽ എന്തുണ്ടെന്നറിയോ? ഒരു കടലുണ്ട്. ആ കടലിൻ്റെ പേരാണ് തെത്തിസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കടലും ഈ 2 പ്ലേറ്റും എന്ത് ചെയ്യാൻ തുടങ്ങി? അടുത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ 2 ഇപ്പോൾ പറഞ്ഞ കൺവേർഷൻ ബൗണ്ടറി പോലെ 2 അടുത്തോട്ട് വന്നു, ഒരെണ്ണം പൊങ്ങി നിന്നു, ഇടയിൽ കുഞ്ഞി കടലൊക്കെ ഉണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആര് ഫോം ചെയ്തത്? ഹിമാലയാസ് ഫോം ചെയ്തത്. ക്ലിയർ ആണോ? ഫുൾ ക്ലിയർ അല്ല എന്നെനിക്ക് മനസ്സിലായി, പക്ഷെ എന്നാലും കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഹിമാലയൻസ് ഏതൊക്കെ പ്ലേറ്റിൻ്റെ ഇടയിലാണ് ഫോം ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെ പ്ലേറ്റിൻ്റെ ഇടയിലാണ്? ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും യുറേഷ്യൻ പ്ലേറ്റിൻ്റെയും ഇടയിലാണ്. അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന കടലിൻ്റെ പേര് മനസ്സിലായി, തെത്തിസ് എന്നാണ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് ഫോം ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു ഫിഗർ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നോക്കിയേ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്. ഇന്ത്യൻ പ്ലേറ്റ് ഇങ്ങനെ അടുത്തോട്ട് വന്ന് കൺവേർഷൻ ബൗണ്ടറി പോലെ വന്ന് ഇടിച്ചപ്പം ഇതിന് ഇടയിലുണ്ടായിരുന്ന തെത്തിസ് കടൽ എന്ത് ചെയ്തു? മുകളിലോട്ട് ഉയർന്നില്ലേ? യെസ്, മുകളിലോട്ട് ഉയർന്നു. അങ്ങനെ പതിയെ എന്ത് ഫോം ചെയ്തു? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്തു. ക്ലിയർ അല്ലേ? സിമ്പിളാണല്ലേ? യെസ്. അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് പ്ലേറ്റ് ബൗണ്ടറി വാസ് ദ ഹിമാലയാസ് ഫോംഡ്? നിങ്ങൾ പറഞ്ഞേ, ഏത് പ്ലേറ്റ് ബൗണ്ടറിയാണ്? ഏതൊക്കെ പ്ലേറ്റിൻ്റെ ഇടയിലാണ്? യെസ്, ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റ് അല്ലേ? നമുക്കറിയാം, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പം നമ്മളെ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞു വാക്കും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ, കാണാനില്ലേ? യെസ്. എന്താണ് ഗോർജസ്? ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മലയിടുക്കുകൾ എന്ന് കേട്ടിട്ടില്ലേ? മലയുടെ സൈഡിലൊക്കെ കുഞ്ഞേ വഴികളാണ് കേട്ടോ, കുഞ്ഞൊരു വാലി. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഗോർജസ്. അപ്പം ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ്, അതിൻ്റെ സൈഡിലൊക്കെ എന്താണ്? നല്ല ചെരിഞ്ഞിട്ടാണെന്ന്. അതിനെയാണ് നമ്മൾ ഗോർജസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഏതൊക്കെ റിവേഴ്സാണ്? ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നദികളാണ് ഈ പറഞ്ഞ ഗോർജസ് ഉണ്ടാക്കുന്നത്. ആര് കാരണമാണ്? നദികൾ കാരണമാണ്. അപ്പോൾ ഏതൊക്കെ നദികളാണെന്ന് അറിയണ്ടേ? നമ്മൾ ഹിമാലയത്തിനെ പറ്റിയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ നദികളാണ് ഈ പറഞ്ഞ ഗോർജസ് ഉണ്ടാക്കുന്നത്? റിവർ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 റിവേഴ്സാണ് ഹിമാലയൻ റേഞ്ചസിൽ ഈ പറഞ്ഞ ഗോർജസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ 3 റിവേഴ്സും എങ്ങനെയാണ് ഈ പറഞ്ഞ ഗോർജസ് ഉണ്ടാക്കുന്നത്? ഇതിങ്ങനെ ഇറോഷൻ വഴി അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, എത്രയോ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ഈ റിവേഴ്സ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണൊലിച്ച് പോവില്ലേ? യെസ്, അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ ഗോർജസ് ഫോം ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഗോർജസ് എന്നൊക്കെ? അത്രയും നിങ്ങൾക്ക് വേണ്ടോ? അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി എവിടെ പറയുകയാണ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയനെ ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. എന്തിൻ്റെ ബേസിസിലാണെന്നറിയോ?
ഇപ്പം നമ്മൾ പഠിച്ച സംഭവമില്ലേ ഈ ഗോർജസ്, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇനിയും ഹിമാലയനെ ഡിവൈഡ് ചെയ്യും. പഠിച്ചാലോ? ഓക്കെ. The rivers that originate from the Himalayas create deep gorges in their course. ഓക്കെ, നമ്മൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുണ്ട് അല്ലേ? യെസ്, ആ നദികളെല്ലാം ഈ പറഞ്ഞ നല്ല ഡീപ്പായിട്ടുള്ള ആഴമുള്ള ഗോർജസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇന്ത്യ കോഴ്സ് എന്ന് പറയുമ്പോഴേ ഈ നദികൾ പോകുന്ന വഴി എന്നാ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദ റീജിയണൽ ഡിവിഷൻസ് എന്നാൽ ഏതൊക്കെയാണ് ആ ഡിവിഷൻസ്? ഏതൊക്കെയാണ്? റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി ഹിമാലയാസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹിമാലയസിനെ പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പോവാന്ന്. അതെന്തിൻ്റെ ബേസിസിലാണ്? ഈ പറഞ്ഞ ഗോർജസ് കാരണം ഒരുപാട് ഭാഗങ്ങളായി നമ്മുടെ ഹിമാലയ ഓൾറെഡി തിരിഞ്ഞു കിടക്കുക. അപ്പം അതിനടുത്ത് നമ്മൾ 3 എണ്ണമായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസ്, രണ്ടാമത്തത് സെൻട്രൽ ഹിമാലയാസ്, മൂന്നാമത്തത് ഈസ്റ്റേൺ ഹിമാലയാസ്. ഏതൊക്കെയാണ്? വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റേൺ. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ആ പേജ് ഫുള്ള് പഠിച്ചു. ഇനി ഒരു മാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ സെൻട്രൽ, ഈസ്റ്റേൺ, വെസ്റ്റേൺ എന്നൊക്കെ നമുക്ക് കയ്യിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മൾക്കൊരു മാപ്പ് നോക്കുകയെ നമ്മൾ മാപ്പ് നോക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓരോ ഹിമാലയാസിനെയും എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഹിമാലയാസിനെയും സെൻട്രലിനെയും ഈസ്റ്റേണിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന നദികൾ ഏതാണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ നോക്കാൻ പോവാണേ. വെസ്റ്റേൺ ഹിമാലയാസ്, ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസ്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന 2 നദികളുണ്ട്. ഇവിടെയുള്ള നദിയുടെ പേരാണ് ഇൻഡസ്. എന്താണ്? ഇൻഡസ് റിവർ. ഇനി ഇവിടെ ഒരു നദിയുണ്ട്, ആ നദിയെ നമ്മൾ പറയും കാലി. എന്താണ്? കാലി റിവർ. അപ്പോൾ 2 റിവർ ഉണ്ട്. ഇൻഡസ് റിവറും കാലി റിവറുമാണ് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? യെസ്. ഇനി ഇവിടെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലി റിവർ ഉണ്ടല്ലേ. ഇനി ഇവിടുത്തെ നദി കൂടെ പഠിച്ച നമ്മുടെ സെൻട്രൽ ഹിമാലയാസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന നദികളായില്ലേ? യെസ്. ഇപ്പം കാലി നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ ഭാഗത്തുള്ള റിവറിൻ്റെ പേരാണ് ടീസ്റ്റ. എന്താണ്? ടീസ്റ്റ. അപ്പോൾ കാലിയും ടീസ്റ്റ റിവറും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയാസിനെ. ക്ലിയർ അല്ലേ? ഇനി ഈ റിവർ നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഏതാണ്? ടീസ്റ്റ റിവർ അല്ലേ. അതും പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ബ്രഹ്മപുത്ര റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീസ്റ്റ റിവറും ബ്രഹ്മപുത്ര റിവറും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിനെ. ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഓക്കെ, അത് നമുക്ക് നിങ്ങൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതേ ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് ഏതൊക്കെ റിവേഴ്സ് ആണെന്ന്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. The Western Himalayas, which stretches from the Indus River Valley to the north of Jammu and Kashmir up to the Kali River Valley in the eastern part of Uttarakhand, can be classified into 3: Kashmir Himalaya, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയിട്ടാണ്. വെസ്റ്റേൺ ഹിമാലയാസ് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്? വെസ്റ്റേൺ ഹിമാലയാസ് നമ്മുടെ ഇൻഡസ് റിവർ മുതലാണല്ലേ. ഇൻഡസ് റിവർ മുതൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ നോർത്ത് എന്ന് പറയുമ്പം അതിൻ്റെ മുകളിലായിട്ട് അപ് ടു ദി കാലി റിവർ വാലി, കാലി റിവർ വാലിയുടെ അറ്റത്ത് വരെയാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഹിമാലയാസ് ഉള്ളത് അല്ലേ. ഈ കാലി റിവറിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ, ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ അറിയാലോ, അതിൻ്റെ ഈസ്റ്റേൺ ഭാഗത്ത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഉണ്ട്. ആ ഉത്തരാഖണ്ഡ് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ 3 എണ്ണമായി ക്ലാസിഫൈ ചെയ്തു. എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസിനെ 3 എണ്ണമായി ക്ലാസിഫൈ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ അവർ വെസ്റ്റേൺ ഹിമാലയാസ് എവിടെ മുതൽ എവിടം വരെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണേ. ഓക്കെ, നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസിനെ 3 എണ്ണമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയ, അതേപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയ.
ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ അത് ഓരോന്നും എടുത്ത് അതെന്താന്ന് പഠിക്കണ്ടേ? യെസ്, അത് ഓരോന്ന് എന്താന്ന് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ കാശ്മീർ ഹിമാലയനെ പറ്റി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. റെഡി അല്ലേ? ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് ഈ കാശ്മീർ ഹിമാലയയുടെ നീളവും വീതിയൊക്കെയാണ് ആദ്യം പറയുന്നത് കേട്ടോ. ഇത് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ അറിയണ്ടേ നമുക്ക്? യെസ്, ദി കാശ്മീർ ഹിമാലയ വിച്ച് എക്സ്റ്റെൻസ് ഓവർ നിയർലി 3.5 lakh square kilometer in Jammu and Kashmir and Ladakh region is roughly 700 kilometer long and 500 kilometer wide. ഈ കാശ്മീർ ഹിമാലയ എന്ന് പറയുന്നത് എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് അത് എത്ര പരന്ന് കിടക്കുന്നു? 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് എന്തുള്ളത്? നമ്മുടെ കാശ്മീർ ഹിമാലയ ഉള്ളത്. ഓക്കെ, ഇനി ഈ കാശ്മീർ ഹിമാലയ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്ക് റീജിയൻസിലാണ്. എവിടേക്കാണ്? ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലുമാണ് നമുക്ക് ഈ പറഞ്ഞ കാശ്മീർ ഹിമാലയ റീജിയൻ കാണാൻ പറ്റുന്നത്. ഇനി അത് എത്ര നീളമുണ്ട്? 700 കിലോമീറ്റർ ലോങ്ങും അതേപോലെ എത്ര വിഡ്ത്തുണ്ട്? 500 കിലോമീറ്റർ വിഡ്ത്തുമാണ് നമ്മുടെ കാശ്മീർ ഹിമാലയയ്ക്ക് ഉള്ളത്. ക്ലിയർ ആയില്ലേ? ദി ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് കാശ്മീർ ഹിമാലയ containing snow-covered peaks, valley and hill ranges are കാരകോരം, സാസ്കർ, ലഡാക്ക് ആൻഡ് പീർ പാഞ്ചൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഈ കാശ്മീർ ഹിമാലയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻസ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാരകോരമുണ്ട്, സാസ്കർ ഉണ്ട്, ലഡാക്ക് ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, പിർ പാഞ്ചൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഈ പറഞ്ഞ കാശ്മീർ ഹിമാലയ ഭാഗത്താണ്. ഓക്കെ, മൗണ്ട് K2 എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടൻ ഉണ്ട്. എന്താണ്? മൗണ്ട് K2. അത് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണെന്ന്. ഇത് നമ്മുടെ മൗണ്ട് K2. ഓക്കെ, അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ കാരകോരത്താണ് ഈ പറഞ്ഞ മൗണ്ട് K2നെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ക്ലിയർ? സിയാച്ചിൻ, ബോൾട്ടോറോ എക്സെട്ര ആർ ദി ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദിസ് റീജിയൻ. ഇനി ആ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ് എന്തൊക്കെ? സിയാച്ചിനും ബോൾട്ടോറോയും. ഓക്കെ, എന്താണ് ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? മഞ്ഞിൻ്റെ വലിയ കട്ട അങ്ങനെ ചെറുതായി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ, അതാണ് ഈ ഗ്ലേഷ്യേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞിൻ്റെ കട്ടയല്ലേ, അതിൽ നിറച്ചത് ഉരുക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെള്ളം കിട്ടൂലേ? യെസ്, അപ്പം ഈ ഗ്ലേഷ്യേഴ്സ് ആണ് റിവർ ഇൻഡസിനെയും ഇൻഡസ് നദിയെയും ഈ ഇൻഡസ് നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേറെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു നദികളുണ്ട് കേട്ടോ. അതിൻ്റെ പേരുകൾ പറയുന്നുണ്ട്: രവി, ജീലം, ചിനാബ്. ഈ 3 എണ്ണത്തിനും നമ്മുടെ ഇൻഡസ് നദിക്കും അവർക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് ഈ പറഞ്ഞ ഗ്ലേഷ്യേഴ്സ് കാരണമാണ്. ക്ലിയർ ആണോ? വെള്ളം എത്തിക്കുന്നത് അവരല്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊല്ലം മുഴുവൻ ആ നദികളിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് വെള്ളം കാണാൻ പറ്റുന്നത്? ഈ പറഞ്ഞ ഗ്ലേഷ്യേഴ്സ് കാരണമാണ്, മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ കുഞ്ഞ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് വായിക്കാം. അതല്ല അല്ലേ, ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഈ പറഞ്ഞതാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദി ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ മൂവ്മെൻറ്റ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ മൗണ്ടൻസ് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദി മൗണ്ടൻ പാസസ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ മലയുടെ ഇരുവശത്തോട്ടും പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ചുരം കയറണം അല്ലേ? അങ്ങനെ പാസസ്, മൗണ്ടൻ പാസസ് എന്ന് വെച്ചാൽ ചുരങ്ങൾ കേട്ടോ. ഫ്രൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചരക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ്? ചരക്ക്. അപ്പോൾ ഈ സാധനങ്ങളും അതുപോലെ നമ്മളും ഒക്കെ ഒരു മലയുടെ ഇരുവശത്തോടും പോകണമെങ്കിൽ മൗണ്ടൻ പാസസിലൂടെ പോകണമെന്ന്, ചുരങ്ങളിലൂടെ പാസ് ചെയ്യണം. ഇനി എന്താണ് പാസസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്? പാസസ് ആർ ദി
കമ്പാരിറ്റീവ്ലി ഈസിയർ നാച്ചുറൽ പാസേജസ് ഇൻ ദി മൗണ്ടേനിയസ് ടെറെയിൻസ്. മലയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പാസസ്. ഓക്കെ, ഇനി ബഹിനാൽ പാസ് അക്രോസ് ദി പിർ പാഞ്ചൽ റേഞ്ച്. ഇനി നമ്മുടെ പിർ പാഞ്ചൽ നമ്മൾ പഠിച്ചില്ലേ? എവിടെയാണ് പഠിച്ചത്? കാശ്മീർ ഹിമാലയയിൽ കാണപ്പെടുന്ന പ്രധാന മൗണ്ടൻ റേഞ്ചസ് ആണല്ലേ, അതിലൊന്നാണ് ഈ പറഞ്ഞ പിർ പാഞ്ചസ്. ഓക്കെ, അവിടെ നമ്മൾ ബഹിനാൽ പാസ് ഉണ്ട്. എവിടെ? പിർ പാഞ്ചൽ റേഞ്ചിൽ. ഈ ബഹിനാൽ പാസ് എന്ന് വെച്ചാൽ ബഹിനാൽ ചുരം, അത് എന്തിനൊക്കെ കണക്ട് ചെയ്യുന്നത്? ജമ്മുവിനെ എവിടെ കണക്ട് ചെയ്യുന്നു? കാശ്മീർ വാലിയുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് ബഹിനാൽ. ഓക്കെ, അത് എവിടെയാണ് കാണപ്പെടുന്നത്? പിർ പാഞ്ചൽ റേഞ്ചിൽ. ഒന്നുകൂടി ഞാൻ പറയാം എക്സാമ്പിൾ. നമ്മുടെ പിർ പാഞ്ചൽ റേഞ്ച്, കാശ്മീർ ഹിമാലയയിലുള്ള പിർ പാഞ്ചൽ റേഞ്ചിൽ ഒരു ചുരമുണ്ട്. ചുരത്തിൻ്റെ പേരാണ് ബഹിനാൽ. ഓക്കെ, ഈ ബഹിനാൽ ചുരം ആരെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ജമ്മുവിനെയും അതേപോലെ തന്നെ കാശ്മീർ വാലിയുമായി കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ബഹിനാൽ. ക്ലിയർ? ഓക്കെ, ഇത്രയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ എന്നെടുക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോഴത്തേനും എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായി പഠിച്ച് സെറ്റായിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാൻ. ഓക്കെ, പിന്നെന്താണ്, ആരും ഫിസിക്സ് ക്ലാസ്സിൻ്റെ കാര്യം മറക്കില്ലല്ലോ. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം, വീട്ടിൽ പറയണം. നമ്മൾ 29-ാം തീയതി മുതൽ മൺഡേ ആണെന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മെസ്സേജ് അയക്കണേ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഓണം എക്സാം പൊളിക്കണം നമുക്ക്. അപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. ടാറ്റാ.